നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പീഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് റാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര GB റാമുള്ള ഫോണാണ് എന്നൊക്കെ നമ്മൾ നോക്കി വാങ്ങാറുണ്ട്. ആ റാമിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ആ റാം കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൂടുതൽ ആപ്ലിക്കേഷൻസുകൾ ആ റാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൻ്റെ സ്പീഡ് വളരെയധികം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും. നമുക്കിന്നത്തെ വീഡിയോയിലൂടെ റാം എങ്ങനെ കൂട്ടാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് വീഡിയോ തുടർന്ന് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നമ്മളതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എബൌട്ട് ഫോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തൊട്ട് മുകളിൽ എബൌട്ട് ഫോൺ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ സാംസങ്ങിൻ്റെ മൊബൈലിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സാംസങ് ആണ്. സാംസങ്ങിൻ്റെ മൊബൈലിൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ബിൽഡ് നമ്പർ കാണുക. നിങ്ങളുടെ മൊബൈലിൽ എബൌട്ട് ഫോൺ തുറന്നാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബിൽഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിവിടെ ബിൽഡ് നമ്പർ കാണുന്നത്. അവിടെ നിങ്ങൾ 7 പ്രാവശ്യം ഇതുപോലെ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനബിൾഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ കാണിക്കാത്തത്. നിങ്ങളുടെ മൊബൈലിൽ എനബിൾഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബിൽഡ് നമ്പറിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇനി ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ബിൽഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ടും വന്നിട്ട് കാണുന്നില്ല എങ്കിൽ, അതായത് നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ കാണുന്നില്ല, എവിടെയാണ് അത് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുക, അത് തുറക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഓഫിലായിരിക്കും ഉണ്ടാകുക, അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ സെർച്ച് ചെയ്യുക. അതായത് ഇവിടെ കുറച്ച് താഴെ തന്നെ നിങ്ങൾ കാണാം റണ്ണിങ് സർവീസസ് എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനി റണ്ണിങ് സർവീസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ റണ്ണിങ് സർവീസസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ റണ്ണിങ് സർവീസസ് എന്ന് മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും റണ്ണിങ് സർവീസസ് എന്ന്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈലിൽ സിസ്റ്റം ആപ്പുകൾ എത്രത്തോളം GB റാം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആപ്സ് എത്ര റാം യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രീ റാം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. റാം മെമ്മറി കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വളരെയധികം കുറയും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻസുകളിലൊക്കെ എത്രത്തോളം റാം ഉപയോഗിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകളും റാം ഉപയോഗിക്കുന്നുണ്ടാകും. ആ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ കണ്ടെത്തുക. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസുകളിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം അത് ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് റൺ ആകേണ്ടതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യേണ്ടാത്ത ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആ റൺ ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിടുക. അപ്പോൾ റാം മെമ്മറി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് റാം മെമ്മറി ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ സ്പീഡോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാനും സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസുകൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ തന്നെയാണ്. അതൊന്നും നിങ്ങളിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കരുത്. മറ്റുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്പീഡോടുകൂടി നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.